നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 സീസണിന് മുന്നോടിയായിട്ട് തങ്ങളുടെ ടീം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഇൻ്റർ മയാമി ഉള്ളത്. ഇപ്പോൾ അവരുടെ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പ്രീ സീസൺ മത്സരങ്ങളാണ്. ഫെബ്രുവരിയോടുകൂടി ഒഫീഷ്യൽ മത്സരങ്ങൾ ആരംഭിക്കും. ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ ഇൻ്റർ മയാമിയുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇൻ്റർ മയാമിയുടെ ഭാഗത്ത് ഗോൾ കീപ്പിംഗ് ഒരു പ്രശ്നമാണ് എന്നുള്ളത് പലവട്ടം നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. ഇപ്പോൾ ഗോൾ കീപ്പിങ്ങിലേക്ക് അവർ ഒരു താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു. അക്കാര്യം ഒഫീഷ്യലായിട്ട് ഇൻ്റർ മയാമി അറിയിക്കുന്നു. ഇൻ്റർ മയാമി CF റീസൈൻസ് ഗോൾ കീപ്പർ ഓസ്കാർ ഉസ്റ്റാരി എന്നാണ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടൈറ്റിൽ തന്നെ. അതായത് അർജൻറ്റീൻ താരം ഓസ്കാർ ഉസ്റ്റാരിയെ അവർ വീണ്ടും സൈൻ ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഈ റീസൈനിങ്, വീണ്ടും സൈനിങ്? അതായത് കഴിഞ്ഞ സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ടീമിനോടൊപ്പം ഉസ്റ്റാരി ജോയിൻ ചെയ്തിരുന്നു. പിന്നെ ക്ലബ്ബ് വിട്ടുപോയി. ഇപ്പോൾ വീണ്ടും അടുത്ത സീസണിലേക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. വ്യത്യസ്ത ക്ലബ്ബുകൾക്കായിട്ട് കളിച്ച് യൂറോപ്പിലും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലുമൊക്കെ വലിയ അനുഭവ സമ്പത്തുള്ളയാളാണ് 38-കാരനായിട്ടുള്ള താരം. നോക്കുക, നേരത്തെ അദ്ദേഹം ഗെറ്റാഫയ്ക്കും ബൊക്കാ ജൂനിയറിനും ആൽമരിയയ്ക്കും സണ്ടർലാൻഡിനും ന്യൂവെൽസ് ഓൾഡ് ബോയ്സിനും അതുപോലെ ലിവർപൂൾ മോണ്ടിവീഡിയോക്കും പച്ചൂക്കും ഔഡക്സ് ഇറ്റാലിയാനോക്കും ഒക്കെ കളിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ കളിച്ച് വലിയ അനുഭവ സമ്പത്തുണ്ട്. അർജൻറ്റീനയുടെ അണ്ടർ-17, അണ്ടർ-20, അർജൻറ്റീനയുടെ ഒളിമ്പിക് ടീമൊക്കെ കളിച്ചു. അവരുടെ സീനിയർ ടീമിന് വേണ്ടി 2 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചു. അങ്ങനെ അനുഭവ സമ്പത്തുള്ള കളിക്കാരനാണ് ഉസ്റ്റാരി. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഇൻ്റർ മയാമിയോടൊപ്പം ജോയിൻ ചെയ്തിട്ട് ഒറ്റക്കളി മാത്രമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ റെക്കോർഡ് ബ്രേക്കിംഗ് സീസൺ ആയിരുന്നല്ലോ കഴിഞ്ഞ തവണത്തെ. അതിൻ്റെ പെനൽറ്റിമേറ്റ് മത്സരത്തിലാണ് അദ്ദേഹം കളിക്കാനിറങ്ങിയത്. അന്ന് മികച്ച പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഇൻ്റർ മയാമിയുടെ പ്രസിഡൻറ്റ് ഓഫ് ഫുട്ബോൾ ഓപ്പറേഷൻസ് റൗൾ സൻലേഹി പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓസ്കാർ ഉസ്റ്റാരിയെ പോലുള്ളൊരു താരം വീണ്ടും അടുത്ത സീസണിലേക്ക് ടീമിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതിൽ അത് ഞങ്ങളുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഡെപ്ത് വർദ്ധിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ലീഡർഷിപ്പ് ക്വാളിറ്റീസും ലോക്കർ റൂമിൽ കഴിഞ്ഞ സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ ഫൈനൽ മന്ത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തായാലും 2025 അദ്ദേഹം ടീമിന് വേണ്ടി വലിയ ഒരു അസറ്റായിരിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും ഉസ്റ്റാരിക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയുമോ, അതുകൊണ്ടാവുമോ ഇൻ്റർ മയാമിയുടെ ഗോൾ കീപ്പിംഗ് പ്രശ്നങ്ങൾ തീർക്കാൻ? അതാണ് ആരാധകർക്ക് ഇപ്പോഴുള്ള ആശങ്ക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാകും.